1709 പേജുള്ള വിധിയിൽ ദിലീപിനെതിരെ ഗൂഢാലോചനയ്ക്ക് തെളിവില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഒന്നാം പ്രതി പൾസർ സുനി ദിലീപിൽ നിന്ന് പണം വാങ്ങിയത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. ദിലീപിന്റെ ഫോണിൽ നിന്നും നീക്കം ചെയ്ത ഡേറ്റകൾ കേസുമായി ബന്ധപ്പെട്ടതെന്ന് തെളിയിക്കാനും പ്രോസിക്യൂഷനായില്ല എന്നാണ് ഈ വിധിപ്പകർപ്പിൽ പറയുന്നത്. ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കിയതിൽ വീഴ്ചയുണ്ടായെന്നും വിധിയിൽ പറയുന്നുണ്ട്. അതിജീവിതയുടെ മോതിരത്തിന്റെ ദൃശ്യം പകർത്തിയെന്ന പ്രോസിക്യൂഷൻ വാദം വിശ്വസനീയമല്ല എന്നും കോടതി വിലയിരുത്തുകയാണ്. 2017 ഏപ്രിൽ 18 സമർപ്പിച്ച ആദ്യ റിപ്പോർട്ടിൽ ഇത്തരമൊരു കാര്യത്തെക്കുറിച്ച് പരാമർശമില്ല എന്നും കോടതി പറയുന്നു. സംഭവം നടന്ന ശേഷം നടി പലതവണ മൊഴി നൽകിയിട്ടും മോതിരത്തിന്റെ ദൃശ്യം പകർത്തിയ കാര്യം എവിടെയും പറഞ്ഞില്ല എന്നും കോടതി പറയുകയാണ്. ഈ മൗനം ദുരൂഹമാണെന്നുമാണ് കോടതി വിധിയിൽ പറയുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി അല്പസമയത്തിനുള്ളിൽ വിഷ്ണു സുരേഷും വിപിൻ സി വിജയനും ചേരും. 1709 പേജുകളുള്ള വിധിന്യായമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 110 ദിവസം നീണ്ട വിസ്താരം, 261 സാക്ഷികൾ. ഇതിനെല്ലാം ശേഷമാണ് ഇത്തരത്തിലൊരു വിധിയിലേക്ക് ഇപ്പോൾ കോടതി എത്തിയിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തുകൊണ്ട് ദിലീപിനെ ഈ കേസിൽ 8ാം പ്രതിയായ ദിലീപിനെ കുറ്റവിമുക്തനാക്കി എന്നുള്ളതാണ്. അതിന്റെ കാരണങ്ങൾ അക്കമിട്ട് നിരത്തുന്നുണ്ട് ഈ വിധി പകർപ്പിൽ കോടതി. ഒന്നാം പ്രതി പൾസർ സുനി ദിലീപിൽ നിന്ന് പണം വാങ്ങിയതിന് തെളിവില്ല എന്നുള്ളതാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയേണ്ടത്. അല്ലെങ്കിൽ അത് പ്രോസിക്യൂഷന് തെളിയിക്കാനായില്ല എന്ന് കോടതി ഈ വിധിന്യായത്തിൽ എടുത്തു പറയുകയാണ്. ദിലീപിന്റെ ഫോണിൽ നിന്നും നീക്കം ചെയ്ത ഡേറ്റകൾ കേസുമായി ബന്ധപ്പെട്ടതെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷനായില്ല എന്നതുൾപ്പെടെ നിരവധി കാര്യങ്ങൾ ഓരോന്നും അക്കമിട്ട് നിരത്തിയാണ് കോടതി പറയുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി വിഷ്ണു സുരേഷ് ചേരുകയാണ്. വിഷ്ണു, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നിരത്തി പറയുന്നുണ്ട്. മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മോതിരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് ഇതിൽ ദിലീപിനെ പ്രതിയാക്കാതിരുന്നത്, അല്ലെങ്കിൽ പ്രതി ചേർക്കപ്പെട്ട ദിലീപിനെ കുറ്റവിമുക്തനാക്കിയത് എന്നുള്ളത് ഓരോന്നും എടുത്തു പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തൊക്കെ വിവരങ്ങളാണ്, എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാനാകുന്നുണ്ട് ഈ വിധിയിൽ നിന്ന്? ദിലീപിനെ പ്രതി ചേർത്തതുമായി ബന്ധപ്പെട്ട്, ദിലീപിന്റെ കോൺസ്പിറസിയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യത്തിലും പ്രോസിക്യൂഷന് തെളിവില്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ പ്രോസിക്യൂഷന് കോടതിയെ ബോധ്യപ്പെടുത്താൻ പറ്റിയില്ല, പരാജയപ്പെട്ടു പ്രോസിക്യൂഷൻ എന്നാണ് ഓരോ കാര്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതിൽ ഏറ്റവും ഒടുവിലായി പറയുന്നത് ബാങ്ക് ലോക്കർ ആരോപണമാണ്. അത് അന്ന് വലിയ ചർച്ചയായതാണ്. മെമ്മറി കാർഡും മൊബൈൽ ഫോണും സൂക്ഷിക്കുന്നതിന് ദിലീപ് ബാങ്ക് അക്കൗണ്ടിൽ ലോക്കറും ആരംഭിച്ചു എന്നായിരുന്നു അന്ന് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അതുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകൾ വന്നിരുന്നു. ഈ നിഗമനം തെളിയിക്കാൻ സാധിച്ചില്ലെന്ന് കോടതി പറയുന്നു. പ്രോസിക്യൂഷൻ സാക്ഷിക്ക് ലോക്കർ തുറന്ന സാഹചര്യത്തെക്കുറിച്ച് വ്യക്തമായി മൊഴി നൽകാൻ യോഗ്യതയില്ലെന്ന് കോടതി പറയുന്നു. അത് സാക്ഷിയെ തന്നെ കോടതി സംശയത്തിൽ നിർത്തുകയാണ്. വെറും ആരോപണങ്ങൾ മാത്രമാണ് പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നത്. ഇതൊന്നും തെളിയിക്കാൻ പര്യാപ്തമായ തെളിവുകൾ മുമ്പാകെ ഇല്ലെന്നും കോടതി വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഈ വിധിപ്പകർപ്പിന്റെ പൊതുവായ സ്വഭാവം തന്നെ അങ്ങനെയാണ്. പ്രോസിക്യൂഷൻ ഒരു കാര്യം ഉന്നയിക്കുന്നു, പക്ഷേ അത് കേവലം ആരോപണങ്ങളായി മാത്രം നിലനിൽക്കുന്നു. അതിനപ്പുറത്തേക്ക് ശാസ്ത്രീയമായ തെളിവുകളോ സാങ്കേതികമായ തെളിവുകളോ ഒന്നും തന്നെ ഇല്ല. അത് പ്രത്യേകിച്ച് പണം നൽകിയ കാര്യത്തിലാണെങ്കിലും ഈ ലോക്കറിന്റെ കാര്യത്തിലാണെങ്കിലും അതോടൊപ്പം തന്നെ മോതിരത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അങ്ങനെ അത്തരത്തിൽ കേവലം ആരോപണങ്ങൾ മാത്രമാണുള്ളത്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല എന്നാണ് ഈ പറയുന്ന വിധിപ്പകർപ്പിൽ വ്യക്തമാക്കിയിട്ടിരിക്കുന്നത്. പ്രോസിക്യൂഷന് വലിയ വീഴ്ച സംഭവിച്ചു എന്നാണ് ഓരോ വിവരങ്ങൾ പുറത്തു വരുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രോസിക്യൂഷന്റെ കണ്ടെത്തലുകളൊക്കെ നമ്മൾ വാർത്തയാക്കിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സാമ്പത്തിക ഇടപാടിന്റെ തെളിവുകൾ ഉണ്ടെന്നും ഈ ദിലീപിനെ പൂട്ടണമെന്ന വാട്സാപ്പ് ഗ്രൂപ്പും അപ്പം ദിലീപ് ഈ പ്രതികളെ സ്വാധീനിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അതിനൊന്നും കേവലമായ തെളിവ് പോലും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ കോടതിയുടെ വിധിന്യായത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ദിലീപ് എന്തുകൊണ്ട് കുറ്റവിമുക്തനാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിനൊരു കാരണം മാത്രമാണ് പ്രധാനമായുള്ളത്. ദിലീപിനെതിരെ പ്രോസിക്യൂഷന്റെ പക്കൽ ഒരു തെളിവും ഇല്ലായിരുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.